നമുക്ക് അടുത്തത് പറയാനുള്ളത് മൈനർ ആൻഡ് കോഫാക്ടേഴ്സ്. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് മൈനേഴ്സ് ആൻഡ് കോഫാക്ടേഴ്സ്. നമുക്കൊരു ഡിറ്റർമിനൻ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിലുള്ള മൈനർ എങ്ങനെ കണ്ടുപിടിക്കാം, അതിൻ്റെ കോഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് അടുത്തത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. മൈനർ ഓഫ് ആൻ എലമെൻറ്റ് Aij ഓഫ് എ ഡിറ്റർമിനൻറ്റ് ഈസ് ദി ഡിറ്റർമിനൻറ്റ് obtained by deleting its ith row and jth column in which element Aij lies. അതായത് നമ്മളിപ്പോൾ ഒരു ഡിറ്റർമിനൻ്റ് തന്നിട്ട് അതിൻ്റെ ഉള്ളിലെ ഒരു എലമെൻറ്റിൻ്റെ മൈനർ കാണാൻ പറഞ്ഞാൽ ആ എലമെൻ്റ് ഇരിക്കുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്ത് കളയുക. ആ എലമെൻ്റ് ഇരിക്കുന്ന റോയും കളയുക, കോളവും കളയുക. ബാക്കിയുള്ളത് മാത്രം എഴുതുക, അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഏതൊരു എലമെൻറ്റിൻ്റെയും മൈനർ കണ്ടുപിടിക്കുന്നത്. ഇനി Aij എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മൈനർ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, Mij. അപ്പോൾ Aij എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ മൈനറിനെ Mij എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതൊന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതെ, നമ്മളൊരു ചോദ്യമായിട്ട് തന്നേക്കണം. നമുക്കൊരു ഡിറ്റർമിനൻ്റ് തന്നേക്കണം. ഈ ഡിറ്റർമിനൻറ്റിലെ 6 എന്ന എലമെൻറ്റിൻ്റെ മൈനർ കാണാനാണ് ചോദ്യം. അതായത് ഈ 6 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മൈനർ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ച് 6 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മൈനർ കണ്ടുപിടിക്കാനുള്ള ഐഡിയ എന്താണെന്ന് വെച്ചാൽ 6 ഉൾപ്പെടുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്ത് കളയുക. അതായത് 6 ഉൾപ്പെടുന്ന റോ എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് റോ അത് ഡിലീറ്റ് ചെയ്ത് കളയുക. അതുപോലെ 6 ഉൾപ്പെടുന്ന കോളും ഡിലീറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ തേർഡ് കോളും ഡിലീറ്റ് ചെയ്യുക. ബാക്കിയുള്ളത് മാത്രം എടുത്ത് എഴുതുക. അപ്പോൾ 1 2 സെക്കൻഡ് റോ ഡിലീറ്റ് ചെയ്തു. പിന്നെയുള്ളത് 7 8. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കാണുക എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് കാണാൻ 1 × 8 1 × 8 മൈനസ് 2 × 7. അപ്പോൾ 8 മൈനസ് 14, അതായത് -6. അപ്പോൾ ഈ ഡിറ്റർമിനൻറ്റിലെ 6 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മൈനർ ആരാന്ന് ചോദിച്ചാൽ -6 ആണ്. അപ്പോൾ ഇതാണ് ഏതൊരു എലമെൻറ്റിൻ്റെയും മൈനർ കണ്ടുപിടിക്കാനുള്ള പരിപാടി. ആ എലമെൻറ്റ് ഉൾപ്പെടുന്ന റോയും കോളും കട്ട് ചെയ്ത് കളയുക, ബാക്കിയുള്ളത് മാത്രം എഴുതുക, അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. നമ്മളപ്പോൾ മൈനർ എന്താണെന്ന് പഠിച്ചു. ഇപ്പോൾ ഒരു ഡിറ്റർമിനൻറ്റ് തന്നിട്ട് അതിൽ ഏത് എലമെൻറ്റിൻ്റെയും മൈനർ എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു. ഇനി നമുക്ക് അടുത്തത് കാണാനുള്ളത് കോഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്. കോഫാക്ടർ, അപ്പോൾ Aij എന്ന് പറയുന്ന ഒരു എലമെൻറ്റിൻ്റെ കോഫാക്ടർ കാണാൻ പറഞ്ഞു വെക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു മൈനർ ആണെങ്കിൽ മൈനറിനെ നമ്മൾ Mij എന്നാണ് വിളിക്കുക. അത് കണ്ടുപിടിക്കാനായിട്ട് ഈ എലമെൻറ്റുള്ള റോയും കോളും ഡിലീറ്റ് ചെയ്ത് കളയുക, ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണുക. ഇവിടെ കോഫാക്ടർ കാണാനുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ എലമെൻറ്റിൻ്റെ കോഫാക്ടറിനെ ഞാൻ Aij ക്യാപിറ്റൽ Aij എന്നാണ് എഴുതുക. അത് കാണാനായിട്ട് -1⁻i + j × Mij. അതായത് ഒരു എലമെൻറ്റിൻ്റെ കോഫാക്ടർ കാണാൻ അതിൻ്റെ മൈനർ എടുക്കുക, ആ മൈനറിനെ -1⁻i + j, അതായത് നമ്മുടെ എലമെൻറ്റിൻ്റെ ആ പൊസിഷൻസ് അത് തമ്മിൽ ആഡ് ചെയ്ത വാല്യൂ, അതാണ് -1⁻i + j. ഇതുകൊണ്ട് മൈനറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതാണ് കോഫാക്ടർ കാണാനുള്ള പരിപാടി. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ മൈനറില്ലേ, ആ മൈനറിൻ്റെ ഒന്നെങ്കിൽ ആ മൈനർ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ്, ഇതായിരിക്കും ഏത് എലമെൻറ്റിൻ്റെയും കോഫാക്ടർ. അതായത് ഇപ്പോൾ മൈനർ 5 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നെങ്കിൽ കോഫാക്ടർ 5 തന്നെ, അല്ലെങ്കിൽ കോഫാക്ടർ -5, വേറെ വാല്യൂ ഒന്നും വരില്ല. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഈ Mijനെ -1⁻i + j കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഈ i + j ഈവൺ നമ്പർ ആണെങ്കിൽ -1⁻e1 എന്ന് പറഞ്ഞാൽ അത് 1 ആയിപ്പോയി. അപ്പോൾ Aijയും Mijയും സെയിം ആയി. ഇനി i + j ഓഡ് നമ്പർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ -1 ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആവും. അപ്പോൾ കോഫാക്ടർ എന്ന് പറയുന്നത് മൈനറിൻ്റെ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കാം. അതെ, ഒരു ഡിറ്റർമിനൻ്റ് തന്നേക്കണം, ഇതിൻ്റെ മൈനേഴ്സും കോഫാക്ടേഴ്സും കണ്ടുപിടിക്കുക.
അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്കറിയാം ഇതെന്ന് പറഞ്ഞാൽ A11 ആണ്. അപ്പോൾ ഇയാളുടെ മൈനർ ആദ്യം കാണാം. അപ്പോൾ ഇത് A11 ആണ്. സോ ഇതിൻ്റെ മൈനറിനെ നമ്മൾ M11 എന്നാണ് എഴുതുക. അപ്പോൾ M11 ഇതിൻ്റെ മൈനർ എന്ന് പറഞ്ഞാൽ M11. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എലമെൻ്റ് ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളയുക. അപ്പോൾ 1 ഉൾപ്പെടുന്ന റോയും കളഞ്ഞു, കോളവും കളഞ്ഞു. ഈ റോയും പോയി, ഈ കോളവും പോയി, ബാക്കിയുള്ളത് 3 മാത്രം. അപ്പോൾ M11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3. ഇതുപോലെ M12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് A12 എന്ന് പറയുന്ന എലമെൻറ്റ്, അതിൻ്റെ മൈനർ, അതാണ് M12. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൈനർ കാണാൻ ഇത് ഉൾപ്പെടുന്ന റോയും ഈ റോയും കളയുക, ഇത് ഉൾപ്പെടുന്ന കോളവും കളയുക. അപ്പോൾ ബാക്കി ഉണ്ടാവുക 4 മാത്രം. അപ്പോൾ -2ൻ്റെ മൈനർ എന്ന് പറഞ്ഞാൽ ഈ റോയും കളഞ്ഞു, ഈ കോളവും കളഞ്ഞു, ബാക്കിയുള്ളത് 4 മാത്രം. അപ്പോൾ M12 = 4. ഇതുപോലെ M21 നോക്കിയെന്ന് വെക്കുക. M21 എടുത്തു എന്ന് വിചാരിക്കുക. M21 എന്ന് പറഞ്ഞാൽ ഈ എലമെൻറ്റിൻ്റെ മൈനർ. അപ്പോൾ ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കളയുക. ഇത് ഉൾപ്പെടുന്ന റോ പോയി, കോളവും പോയി, ബാക്കിയുള്ളത് -2. ഇതുപോലെ M22 എന്ന് പറയുമ്പോൾ ഇതാണ് A22, ഇതിൻ്റെ മൈനർ. അപ്പോൾ ഇത് ഉൾപ്പെടുന്ന റോയും കളയുക, കോളവും കളയുക, ബാക്കിയുള്ളത് 1. ഇങ്ങനെയാണ് ഈ ഡിറ്റർമിനൻറ്റിലെ ഓരോ എലമെൻറ്റിൻ്റെയും മൈനർ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മൈനറുകൾ. ഇനി ഇതിലെ ഓരോ എലമെൻറ്റിൻ്റെയും കോഫാക്ടർ കാണുമെന്ന് വെക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ എലമെൻറ്റിൻ്റെയും കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ കോഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ A കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ അതിൽ A11 കാണുമെന്ന് വിചാരിക്കുക. അപ്പോൾ A11 കാണാനുള്ള ഐഡിയ എന്താ വെച്ചാൽ -1 raised to 1 + 1 into M11. അപ്പോൾ -1 raised to 1 + 1 എന്ന് പറഞ്ഞാൽ -1 raised to 2. -1 raised to 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 into M11 3. അപ്പോൾ A11 = 3 എന്ന് കിട്ടി. ഇതുപോലെ A12 എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ A12 എടുത്തു കഴിഞ്ഞാൽ അവിടെ -1 raised to 1 + 2 into M12. അപ്പോൾ നോക്കി, -1 raised to 1 + 2 എന്ന് പറഞ്ഞാൽ -1 raised to 3. -1ൻ്റെ പവറിൽ ഓഡ് നമ്പർ വന്നേക്കണം. അപ്പോൾ അത് -1 തന്നെ ഇൻറ്റു M12 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ -1 × 4 -4 എന്ന് കിട്ടി. ഇതുപോലെ നമുക്ക് A13 വേണേൽ കണ്ടുപിടിക്കാം. ഇപ്പോൾ A13 എടുക്കുകയാണ്, അല്ല A13 പോട്ടെ, A21 കണ്ടുപിടിക്കാം. A21 എന്ന് പറയുമ്പോൾ -1 raised to 2 + 1 into M21. അപ്പോൾ ഇവിടെയും -1 raised to 2 + 1 എന്ന് പറഞ്ഞാൽ -1 raised to 3 മൈനസ് വരും. അപ്പോൾ -1 into M21 എന്ന് പറഞ്ഞാൽ M21 -2 ആണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വെറും 2 എന്ന് കിട്ടും. ഇതുപോലെ നമുക്ക് A22 കണ്ടുപിടിക്കാം. A22 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -1 raised to 2 + 2 into M22. അപ്പോൾ -1 raised to 2 + 2 എന്ന് പറഞ്ഞാൽ 2 + 2 4 ആണ്, ഈവൺ നമ്പറാണ്. -1 raised to ഈവൺ വന്നു കഴിഞ്ഞാൽ ഉത്തരം 1 ആണ്. സോ 1 into M22. ഇവിടെ നോക്കുക, M22 1 തന്നെ. 1 into 1 1. അപ്പോൾ ഇത് 1 എന്ന് കിട്ടി. ഇങ്ങനെയാണ് ഈ ഡിറ്റർമിനൻറ്റിൻ്റെ ഓരോ എലമെൻറ്റ്സിൻ്റെയും മൈനറുകളും കോഫാക്ടറുകളും വരിക. ഓക്കെ, അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് മൈനർ കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെടാണ്ട് പെട്ടെന്ന് കോഫാക്ടർ എഴുതാട്ടോ. അതിനുള്ള ഐഡിയ ഒക്കെ നമുക്ക് അടുത്ത ഓരോ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് പറഞ്ഞു തന്ന് പോവാം. നമ്മളിപ്പോൾ പറഞ്ഞ മൈനർ കോഫാക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു റിമാർക്കാണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിമാർക്ക്. അതായത് ഈ കോഫാക്ടേഴ്സും അതുപോലെ നമ്മളൊരു ഡിറ്റർമിനൻറ്റ് വാല്യൂവും തമ്മിലുള്ളൊരു റിലേഷനാണ് ഈ ഒരു റിമാർക്കിൽ പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്കിപ്പോൾ ഒരു മെട്രിക്സ് തന്നിട്ട് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു എളുപ്പ വഴി കൂടി ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു സം ഓഫ് ദി പ്രൊഡക്റ്റ് ഓഫ് എനി എലമെൻറ്റ്സ് ഓഫ് എനി റോ ഓർ കോളം വിത്ത് ദെയർ കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സ്. അതായത് നമുക്കിപ്പോൾ ഒരു മെട്രിക്സ് തന്നിട്ട് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാൻ പറഞ്ഞു വയ്ക്കുക. നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഏതെങ്കിലും ഒരു റോ അല്ലെങ്കിൽ ഒരു കോളം, ആ റോയിൽ അല്ലെങ്കിൽ കോളത്തിൽ കിടക്കുന്ന ഒരു എലമെൻ്റ് എടുക്കുക, ആ എലമെൻറ്റിൻ്റെ കോഫാക്ടർ എടുക്കുക, ആ എലമെൻറ്റും കോഫാക്ടറും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ആ റോയിലുള്ള അടുത്ത എലമെൻറ്റും അതിൻ്റെ കോഫാക്ടറും മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് അടുത്ത എലമെൻറ്റും അതിൻ്റെ കോഫാക്ടറും മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ഒരു റോയിൽ അല്ലെങ്കിൽ കോളത്തിൽ കിടക്കുന്ന എലമെൻറ്റും അതിൻ്റെ കോഫാക്ടറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് സമ്മ് കണ്ടാൽ നമുക്ക് ഡിറ്റർമിനൻറ്റ് കിട്ടും. ഇതാണ് ഇവിടുത്തെ റിമാർക്ക്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൂടി പറയുകയാണെങ്കിൽ കാര്യം പിടികിട്ടും. ഇതേ എനിക്കിങ്ങനെ ഒരു ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കാണാൻ പറഞ്ഞു വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് സാധാരണ രീതിയിൽ നമ്മൾ കാണുക 1 × 5 5 - 8. അതായത് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ 5 - 8 = -3 എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് കാണാനായിട്ടുള്ള വേറൊരു ഐഡിയ ആണ് ഇവർ പറയണത്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് റോ വെച്ചാണ് ചെയ്യണമെങ്കിൽ ഈ എലമെൻറ്റിന് എടുക്കുക A11 ഇൻറ്റു അതിൻ്റെ കോഫാക്ടർ എടുക്കുക, പ്ലസ് അടുത്ത എലമെൻ്റ് എടുക്കുക ഇൻറ്റു അതിൻ്റെ കോഫാക്ടർ. അപ്പോൾ നമുക്ക് ഈ ഡിറ്റർമിനൻറ്റ് വാല്യൂ കിട്ടുന്നതാണ് ഇവർ പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഇവിടെ A11 എന്ന് പറഞ്ഞാൽ 1 എടുത്തു ഇൻറ്റു ഇതിൻ്റെ കോഫാക്ടർ. ഇതിൻ്റെ കോഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൈനർ 5 ആണ്, പിന്നെ ഇത് A11 ആയ കാരണം പൊസിഷൻ 1 + 1 2 ആണ്. അപ്പോൾ -1 × 2 × 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോഫാക്ടർ 5 എന്നാണ് കിട്ടുക. അപ്പോൾ 1 × 5 പ്ലസ് അടുത്ത എലമെൻ്റ് എന്ന് പറഞ്ഞാൽ A12. ഇവിടെ അത് 4 ആണ്, 4ൻ്റെ കോഫാക്ടർ. അപ്പോൾ 4ൻ്റെ കോഫാക്ടർ എന്ന് പറഞ്ഞാൽ 4ൻ്റെ മൈനർ 2 ആണ്. സോ ഇതിൻ്റെ പൊസിഷൻ A12 അല്ലേ, 1 + 2 3 ആണ്. അപ്പോൾ ഇതിൻ്റെ കോഫാക്ടർ എന്ന് പറയുന്നത് -2 ആയിരിക്കും. നോക്കി 1 × 5 + 4 × -2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 - 8, ഉത്തരം -3 എന്ന് കിട്ടും. നമ്മുടെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കിട്ടും. ഓക്കെ, ഇതാണ് ഈ റിമാർക്ക് പറയണത്. ഇപ്പോൾ ഒരു 3/3 മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കാണാൻ പറഞ്ഞു വെക്കുക. അപ്പോൾ നമുക്ക് ഈ പറയുന്ന കോഫാക്ടേഴ്സിൻ്റെ ഐഡിയ വെച്ച് ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാം. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് റോ വെച്ചാണ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഇങ്ങനെയാണ് വരിക, A11 ഇൻറ്റു ആ എലമെൻറ്റിൻ്റെ കോഫാക്ടർ പ്ലസ് A12 ഇൻറ്റു ആ എലമെൻറ്റിൻ്റെ കോഫാക്ടർ പ്ലസ് A13 ഇൻറ്റു ആ എലമെൻറ്റിൻ്റെ കോഫാക്ടർ. ഇതുപോലെ എനിക്ക് വേണമെങ്കിൽ സെക്കൻഡ് റോ വെച്ച് ചെയ്യാം. അപ്പോൾ A21 ഇൻറ്റു ആ എലമെൻറ്റിൻ്റെ കോഫാക്ടർ പ്ലസ് A22 ഇൻറ്റു അതിൻ്റെ കോഫാക്ടർ പ്ലസ് A23 ഇൻറ്റു അതിൻ്റെ കോഫാക്ടർ. അതുപോലെ വേണമെങ്കിൽ തേർഡ് റോ വെച്ച് ചെയ്യാം. ഇതേപോലെ കോളം വെച്ചും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഡിറ്റർമിനൻറ്റ് വാല്യൂ കണ്ടെത്താം. അതാണ് ഈ റിമാർക്ക് പറയണത്.